പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, അതിനെ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഈ സന്ദർഭത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ നഗരത്തിൽ വെള്ളമില്ലാതെയായി 4 ദിവസങ്ങൾ പിന്നിടുന്ന ഈ സാഹചര്യത്തിലും പൂർണ്ണമായി ഈ സംവിധാനത്തിനോട് നമ്മളെ എല്ലാം വിശ്വസിച്ച്, പ്രത്യേകിച്ചും നഗരസഭയെയും വാട്ടർ അതോറിറ്റിയെയും സർക്കാരിനെയും എല്ലാം വിശ്വസിച്ച്, ചില പ്രശ്നങ്ങളൊക്കെ ചില മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായി നമ്മളെ എല്ലാം വിശ്വസിച്ച് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്ന ആത്മവിശ്വാസം തന്ന ജനങ്ങളോട് ഈ സന്ദർഭത്തിൽ ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. നമുക്കറിയാം, നമ്മൾ പ്രതീക്ഷിച്ച പോലെ ആയിരുന്നില്ല. വാട്ടർ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം റെയിൽവേയുടെ ഇവിടുത്തെ നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്തെ തന്നെ പാത ഇരട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്കിന് നേരത്തെ അപേക്ഷ കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 48 മണിക്കൂർ കൊണ്ട് ഈ പ്രവൃത്തി പൂർത്തിയാക്കാൻ സാധിക്കും എന്നാണ് വാട്ടർ അതോറിറ്റി പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ നമുക്കറിയാം, ചില സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് 48 മണിക്കൂർ കൊണ്ട് അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, നമുക്ക് വലിയ രീതിയിലുള്ള പ്രയാസം നമ്മുടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് തന്നെ വാട്ടർ അതോറിറ്റിയും നഗരസഭയും ബഹുമാന്യനായ നമ്മുടെ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ജില്ലയിലെ MLA-മാരായിട്ടുള്ള അഡ്വക്കേറ്റ് ആന്റണി രാജു, ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ, ശ്രീ VK പ്രശാന്ത് എന്നിവരെല്ലാവരും ചേർന്നുകൊണ്ട് നഗരസഭയുമായി സംയുക്തമായി വാട്ടർ അതോറിറ്റിയും ചേർന്നുകൊണ്ടുള്ള തീരുമാനങ്ങൾ ഇന്നലെ തന്നെ എടുത്തിരുന്നു. മിനിസ്റ്റർ ഇന്ന് 2 തവണ ഈ സ്ഥലം സന്ദർശിച്ചു. അതോടൊപ്പം തന്നെ റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയും അദ്ദേഹം ഈ സ്ഥലത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും മാധ്യമപ്രവർത്തകർ ഓരോ ഭാഗത്തു നിന്ന് വരുന്ന പരാതികൾ നഗരസഭയുടെയും സർക്കാരിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വലിയ കാര്യക്ഷമമായ ഇടപെടലാണ് നടത്തിയിട്ടുള്ളത്. അതും തീർച്ചയായും പ്രശംസ അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് 1.5 മണിക്കൂറിനുള്ളിലായിരിക്കും വെള്ളം എത്തിച്ചേരുന്നത്. തുടർന്നുള്ള മണിക്കൂറുകളിൽ ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഉയർന്ന പ്രദേശങ്ങളിലും നമുക്ക് വെള്ളം ലഭ്യമാക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. നഗരസഭ എന്നുള്ള നിലയിൽ തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ 40 വാഹനങ്ങൾ നഗരത്തിൽ, 30 വാഹനങ്ങളായിരുന്നു നേരത്തെ, 40 വാഹനങ്ങൾ ഇപ്പോൾ നഗരത്തിൽ വിവിധ ഇടങ്ങളിലായി സർവീസ് നടത്തുന്നുണ്ട്. 10 വാഹനങ്ങൾ കൊച്ചിയിൽ നിന്ന് നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മൊത്തം 50 വാഹനങ്ങളിൽ ഈ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കുന്നവരെ, നമുക്കറിയാം ഇതിന്റെ പമ്പിംഗ് നടന്ന് പൂർണ്ണ സ്ഥലത്തും ഈ വെള്ളം എത്തുന്നത് വരെയുള്ള സമയത്ത് അവസാനത്തെ പരാതി വരെ പരിഹരിക്കുന്ന ആ സമയം വരെ നഗരസഭ ഈ ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിട്ടുള്ള സർവീസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മേയറുടെ ഔദ്യോഗിക നമ്പറിലും അതുപോലെ തന്നെ നേരത്തെ നൽകിയിട്ടുള്ള കൺട്രോൾ വിളിക്കുകയും അവിടേക്ക് വെള്ളം എത്തിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കൂടി നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഇനി ഈ പരാതി അവസാനമായി പരിഹരിക്കുന്നവരെ, വെള്ളം പൂർണ്ണമായി പമ്പിംഗ് ആരംഭിച്ച് പൂർണ്ണമായി എത്തുന്നതുവരെയുള്ള പരാതികൾ പരിഹരിക്കാൻ ഈ സംവിധാനം തുടരുന്നതിനും നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കഠിന പ്രവർത്തനം നടത്തിയ എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ നന്ദി പറയണം. പ്രത്യേകിച്ചും വാട്ടർ അതോറിറ്റി ജോയിന്റ് MD സ്ഥലത്ത് അദ്ദേഹം പൂർണ്ണമായി ഇവിടെ ഞങ്ങളോടൊപ്പം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ ഉദ്യോഗസ്ഥർ, വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥർ, SEയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും CEയും അടക്കമുള്ള വിവിധ തലത്തിലേക്കുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ കേന്ദ്രീകരിച്ചു നിന്നു. അപ്പോൾ ഇതിനുശേഷം ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. ആ സന്ദർഭം ഉണ്ടായതിനുള്ള സാഹചര്യമൊക്കെ പരിശോധിക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നതും പ്രധാനമാണ്. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നുള്ള നിലയിൽ ജനങ്ങളുടെ വിഷയത്തിൽ സർക്കാരിനെ പോലെ തന്നെ നേരിട്ട് ഇടപെടുന്ന ഒരു സംവിധാനം എന്നുള്ള നിലയിൽ നഗരസഭ വാട്ടർ അതോറിറ്റിയെ ഇന്നലത്തെ മീറ്റിംഗിൽ തന്നെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ഈ നഗരത്തിനകത്ത് നടത്തുന്നുണ്ട് എങ്കിൽ നഗരസഭയുടെ അനുവാദത്തോടു കൂടി മാത്രമേ അത് നടത്താവൂ എന്നുള്ള ഒരു അറിയിപ്പ് ഇന്നലത്തെ യോഗത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് റിട്ടേൺ ആയി കൂടി ഇനി വരുന്ന ദിവസങ്ങളിൽ, അടുത്ത വർക്കിംഗ് ഡേയിൽ തന്നെ, നാളെ തന്നെ അത് വാട്ടർ അതോറിറ്റിയെ റിട്ടേൺ ആയി ഒഫീഷ്യലായി തന്നെ അറിയിക്കാൻ വേണ്ടി നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഒരു ഏകോപന പിഴവും ഉണ്ടായിട്ടില്ല. പക്ഷെ വിഷയം ഉണ്ടാകാനുണ്ടായ സാഹചര്യം പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ്, പ്രത്യേകിച്ചും നമുക്കറിയാം ഇത്ര തന്നെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഒരു സ്ഥലമാണ് തലസ്ഥാനം എന്ന് പറയുന്നത്. പെട്ടെന്ന് സംവിധാനങ്ങൾ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന ഇടമാണ്. ഇത്തരം പ്രശ്നങ്ങൾ 48 മണിക്കൂറിൽ നമ്മളൊരു പ്രവൃത്തി നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുമെന്ന് ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ അത് പൂർത്തിയാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടില്ല എന്നല്ല. പക്ഷേ അത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള പരിശോധന അടക്കം തുടർന്നുള്ള ദിവസങ്ങളിൽ നടത്തണം എന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട്. അങ്ങനെ നടക്കുമ്പോൾ ഈ 48 മണിക്കൂറിനകത്ത് തീർന്നില്ലെങ്കിൽ എന്തായിരിക്കണം എന്നൊരു ധാരണ ഉണ്ടായിരിക്കും.
അല്ല, 48 മണിക്കൂറിൽ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എന്ന് മാത്രമല്ല, 48 മണിക്കൂർ വെള്ളം മുടങ്ങുമ്പോൾ എന്ത് സംവിധാനം ചെയ്യണമെന്നുൾപ്പെടെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. അതിനകത്തൊരു സംശയവും വേണ്ട. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നേരത്തെ തന്നെ മുൻകൂട്ടി നഗരസഭയും സർക്കാരിനെയും ഒക്കെ അറിയിച്ചുകൊണ്ട് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടി ആലോചിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രവൃത്തി ചെയ്യാമായിരുന്നു. അതിനകത്തൊരു സംശയവുമില്ല. അത് ഇന്നലത്തെ മീറ്റിംഗിൽ തന്നെ ബഹുമാന്യനായ മന്ത്രിയും MLA-മാരും നഗരസഭ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ച വിഷയം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഒരു മീറ്റിംഗ് എങ്കിലും നമ്മുടെ തലത്തിലൊക്കെ ചേർന്ന്, അതായത് നഗരസഭയും അതുപോലെ തന്നെ സർക്കാർ സംവിധാനങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട്, സർക്കാർ സ്വാഭാവികമായിട്ടും മന്ത്രിമാരുടെ ശ്രദ്ധയിൽ നമ്മൾ പെടുത്തണം. ജില്ലയിലെ മന്ത്രിമാർ പബ്ലിക്കിനോട് ആൻസറബിൾ ആയിട്ടുള്ള ആളുകളാണ്. MLA-മാർ സ്വാഭാവികമായിട്ടും ജനങ്ങൾ വിളിക്കുന്നവരാണ്. കൗൺസിലർമാർ, അവരെ നമുക്ക് ധരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തലത്തിൽ തീരുമാനം എടുക്കുന്നതിന് പകരം എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് ആ തീരുമാനം എടുക്കാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തിങ്കളാഴ്ച ഒരു വാട്സപ്പ് മെസ്സേജാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് എല്ലാം വാട്സപ്പ് ആക്സസ് ഉള്ളവരുമല്ല. ഇതിൻ്റെ ഈ വിഷയത്തിൽ ഈ വർക്കിൻ്റെ വ്യാപിച്ച് മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ നേരിട്ട് വിശദീകരിക്കുകയും ആളുകളെ ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ആളുകൾ കുറെ കൂടി പ്രിപ്പയർഡ് ആവേനെ. ഇനിയെങ്കിലും സാധാരണഗതിയിൽ നമുക്ക് ഇത്തരം അറിയിപ്പുകൾ വരാറുണ്ട്, ഇങ്ങനെ അടച്ചിടും, മുൻകരുതൽ വേണമെന്ന്. ഇത് അത്തരം അറിയിപ്പ് കൊണ്ട് തീരുന്ന ഒരു പ്രശ്നമായിരുന്നില്ല. അതിനൊരു സംവിധാനം ഉണ്ടാക്കണം. അതെ, തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇതിന്റെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജനങ്ങൾ ഇതറിയുക എന്നുള്ളതാണല്ലോ. നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഇതറിയുക, ഒന്ന്. രണ്ട്, ജനങ്ങൾ അറിയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ജനങ്ങളെ അവർക്ക് സഹായിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഇടപെടൽ എന്തൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുമോ ആ രീതിയെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. അതിനൊരു മുന്നൊരുക്ക പ്രവർത്തനത്തിന്റെ ആവശ്യമുണ്ട്. അത് വാട്ടർ അതോറിറ്റി ഇനി തുടർന്നുള്ള വർക്കുകളിൽ നഗരസഭയുമായി ചേർന്നുകൊണ്ട് അത് നടത്തുമെന്നുള്ള ഉറപ്പ് ഇന്നലെ തന്നെ മീറ്റിംഗിൽ തന്നെ തന്നിട്ടുണ്ട്. ഇനി തുടർന്ന് അങ്ങനെ ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായ വീഴ്ച അതുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായ പ്രയാസം ചെറുതായി നമ്മൾ കാണുന്നില്ല. ഇനി തുടർന്ന് അങ്ങനെ ചെയ്യും. അല്ല, അത് MLA സൂചിപ്പിച്ച വിഷയമടക്കം ഇന്നലെ MLA റിവ്യൂ മീറ്റിംഗിലടക്കം അത്തരം അഭിപ്രായം പറഞ്ഞിരുന്നു. ഇന്നലെ അത്തരം വിഷയങ്ങളെല്ലാം ഈ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം നമ്മൾ എടുക്കേണ്ട കാര്യമാണ്. അതെല്ലാം പരിശോധിക്കേണ്ടത് സ്വാഭാവികമായും സർക്കാർ തലത്തിലാണ്. അത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് കേന്ദ്രീകരിച്ചില്ല. നമുക്കറിയാം, നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയാണ്. നമ്മൾ ഏത് നടപടി സ്വീകരിച്ചാലും അത് ജനങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള വിശ്വാസം അവിടെ ഇരിക്കുന്ന ജനപ്രതിനിധികളെ പോലെ തന്നെ ഉദ്യോഗസ്ഥർക്കും ഉണ്ടാകണം. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ പല കാര്യങ്ങളിൽ പല സന്ദർഭങ്ങളിലായി പറഞ്ഞിട്ടുള്ളതും ഉദ്യോഗസ്ഥർ ഒരു ഭരണ സംവിധാനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിന്റെ ഒക്കെ ജനങ്ങളോടുള്ള സമീപനം മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് വിവിധ ഘട്ടങ്ങളിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മളിപ്പോൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ട കാര്യം തന്നെയാണ്. ഉദ്യോഗസ്ഥ തലത്തിൽ അത്തരത്തിലേക്കുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ട് എങ്കിൽ സർക്കാർ തലത്തിൽ അതിനാവശ്യമായ പരിശോധന നടത്തണം എന്ന അഭിപ്രായം തന്നെയാണ് നഗരസഭയ്ക്കുള്ളത്. വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ട ഇടങ്ങളിൽ അത് പരിശോധിക്കുക തന്നെ വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ചും നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു മേയർ. ഏതാണ്ട് 3 മണിക്കൂറിനുള്ളിൽ എല്ലായിടത്തും വെള്ളം എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രതിസന്ധി എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ള കാര്യത്തിൽ പരിശോധന വേണം എന്നുള്ള ആവശ്യം മേയർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു തലത്തിൽ തീരുമാനമെടുക്കുന്നതിന് പകരം എല്ലാവരും കൂടിയിരുന്ന് ആലോചന നടത്തുകയായിരുന്നു വേണ്ടത് എന്നുള്ള അഭിപ്രായം മേയർ പങ്കുവെക്കുന്നുണ്ട്. വാട്ടർ അതോറിറ്റി തുടർന്നുള്ള പ്രവൃത്തികൾ നഗരസഭയിൽ അറിയിച്ച് ചെയ്യുമെന്ന്